ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ നേരെ ദൈവം തൻ്റെ കരുണയെ നിശ്ചയമായിട്ടും കാണിക്കാനിടയാകും. ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ നേരെ ദൈവം നിശ്ചയമായിട്ടും തൻ്റെ ദയ കാണിക്കാനിടയാകും. ആ ദേശത്ത് അനേകം വയലുകൾ ഉണ്ടായിരുന്നിട്ടും രൂത്ത് അന്ന് പോയതായ വയൽ ആരുടേതാണെന്നറിയാമോ? ബോവസ്. ആ മനുഷ്യൻ സമ്പന്നനാണ്, അതുപോലെ തന്നെ ആത്മീയനുമാണ്. ചിലർക്ക് സമ്പത്തുണ്ടെങ്കിൽ ആത്മീയത കാണില്ല. ചിലർക്ക് ആത്മീയതയുണ്ടെങ്കിൽ പറയുക സമ്പത്ത് കാണില്ല. സമ്പത്തുണ്ടെങ്കിൽ ആത്മീയത കാണില്ല, ആത്മീയതയുണ്ടെങ്കിൽ സമ്പത്ത് കാണില്ല. എന്നാൽ ഇവ രണ്ടുമുണ്ടായിരുന്ന ശ്രേഷ്ഠവാനായ മനുഷ്യനാരായിരുന്നു? പറയുക ബോവസ്. ശ്രദ്ധിച്ചു കേൾക്കുക. ആ ബോവസ് വന്ന ഉടനെ തന്നെ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും കണ്ടുകൊണ്ട് എന്താണ് പറഞ്ഞത്? അയാളുടെ ആത്മീയത എന്താണെന്ന് നമുക്ക് നോക്കാം. 4-ാമത്തെ വാക്യം. ബോവസ് കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് കൂടെയിരിക്കട്ടെ എന്ന് പറഞ്ഞു. കൊയ്ത്തുകാരോട് താൻ പറയുകയാണ്. ഏറ്റവും ആദ്യം ബോവസ് അവിടെ എന്താണ് സംസാരിച്ചതെന്നറിയാമോ? യഹോവ. സമ്പന്നനായ മനുഷ്യനാണ്, ഒരു ധനവാനാണ്. എന്നിരുന്നാലും താനിതാ ദൈവസാന്നിധ്യമുള്ളവനായിട്ടാണ് ജീവിക്കുന്നത്. ദൈവവുമായുള്ള കൂട്ടായ്മ. ഏതെങ്കിലും ഒരു നല്ല ജോലി കിട്ടിയാൽ മതി, ദൈവത്തെ വിട്ടുമാറുന്നു. ഒരു പ്രമോഷൻ കിട്ടിയാൽ മതി, ദൈവത്തെ ഉപേക്ഷിക്കുന്നു. നല്ല ശമ്പളം കിട്ടിയാൽ മതി, ആലയത്തിൽ വരുന്നത് പിന്നെ മതിയാക്കുന്നു. വ്യാപാരത്തിൽ കുറച്ച് ലാഭം കിട്ടിയാൽ മതി, പിന്നെ പ്രാർത്ഥനയൊക്കെ മറന്നുപോകും. ആഗ്രഹിക്കുന്നത് നേടിയെടുത്താൽ പിന്നെ ദൈവത്തെ മറന്നുപോകുകയാണ്. ദൈവവചനം ധ്യാനിക്കുന്നത് മറന്നുപോകുന്നു. അങ്ങനെയുള്ളവരുണ്ടോ നമ്മുടെ മതിയിൽ? നിന്റെ സമ്പത്ത് കണ്ടുകൊണ്ടോ, ജോലി കണ്ടുകൊണ്ടോ, വ്യാപാരം കണ്ടുകൊണ്ടോ, ലാഭം കണ്ടുകൊണ്ടോ ദൈവത്തെ വിട്ടകന്നു ജീവിക്കുന്നവരുണ്ടോ? എങ്കിൽ കേൾക്കൂ. ബോവസ് ധനവാനായിരുന്നു, ഒരുപാട് പണമുള്ളവനായിരുന്നു. എന്നാൽ ശ്രേഷ്ഠനായ മനുഷ്യൻ, കാരണം അവനൊരു ആത്മീയനായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവചിന്ത കേൾക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതിന് വേണ്ടിയല്ല. ദൈവം നിന്നെ ഉയർത്തുന്നത് നീ ദൈവത്തിനെ മറക്കുന്നതിന് വേണ്ടിയല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് നീ മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറുവാനാണ്. ദൈവം നിന്നെ ഉയർത്തുന്നത് അനേകം ആളുകളെ നീ കരം പിടിച്ച് ഉയർത്തുവാനാണ്. ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നത് നീ അനേകർക്ക് ആശ്വാസമായി മാറുന്നതിന് വേണ്ടിയാണ്. അതല്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് ദൈവത്തെ മറന്നു പോകുന്നതിന് വേണ്ടി അല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചുവോ എങ്കിൽ അവനെ നീ മറക്കരുത്. ദൈവം നിന്നെ സ്ഥിരപ്പെടുത്തുകയാണോ, ദൈവത്തെ വിട്ടകന്നു പോകരുത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായ ബോവസ്, അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണെന്ന് നോക്കുക. ആ വയലിൽ വന്നപ്പോൾ എല്ലാവരോടും പറയുകയാണ്, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര നല്ല ആത്മീയനാണ്! ആ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ആ വയലിലുണ്ടായിരുന്ന കൊയ്ത്തുകാരെല്ലാം എന്തു പറഞ്ഞെന്നറിയാമോ? യഹോവ നിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണെന്ന് നമുക്ക് നോക്കാം. ബോവസ് കൊയ്ത്തുകാരോട് സംസാരിച്ചപ്പോൾ തന്നെ കൊയ്ത്തുകാർ പറയുകയാണ്, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ബോവസിൻ്റെ മേൽ ജനത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ജനത്തിൻ്റെ ആശീർവാദമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാകൊണ്ടാണ്. നീ യഥാർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ നീ സ്വാർത്ഥതയോടുകൂടി ജീവിക്കില്ല. ഒരു വൃക്ഷം നന്നായി ഫലം കായ്ക്കുകയാണെങ്കിൽ ആ വൃക്ഷം ഒരിക്കലും സ്വാർത്ഥത കാണിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരു മാവിൽ നിറയെ മാങ്ങകൾ ഉണ്ടാകുമ്പോൾ അതാർക്കു വേണ്ടിയാണ് കായ്ക്കുന്നത്? ഒരു മാവ് നിറയെ മാങ്ങകൾ ഉണ്ടാകുന്നത് അത് മാവിനു വേണ്ടിയുള്ളതാണോ? അല്ല. ആ മാവിൽ ഉണ്ടാകുന്ന ഓരോ മാങ്ങകളും ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുവാനാണ്. ആ മാങ്ങ കായ്ക്കുന്ന സമയം മുതൽ, ഉണ്ടാകുന്ന നിമിഷം മുതൽ അതിനെ വളരെ ജാഗ്രതയോടെ അത് കാക്കുന്നു. ആദ്യമൊരു മുട്ടുപോലെ ഉണ്ടാകുന്നു, അതിനുശേഷം അത് വളരുന്നു, അത് കണ്ണിമാങ്ങ ആകുന്നു, അതിനുശേഷം അത് മാങ്ങയായി, പിന്നെ ആ മാങ്ങ പഴുക്കുന്നു. പിന്നെ ആ മാവ് പറയുകയാണ്, ഇനി എനിക്ക് ഇതാവശ്യമില്ല, നിങ്ങളെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ഭൂമിക്ക് കൊടുക്കുകയാണ്. ഒരു വൃക്ഷം നന്നായി ഫലം കായ്ക്കുന്നു എന്ന് എപ്പോഴാണ് പറയുന്നത്? അതിലുണ്ടാകുന്ന പഴങ്ങളെ കൊടുക്കുമ്പോഴാണ്, ദാനം ചെയ്യുമ്പോഴാണ്. നീ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ ആ അനുഗ്രഹങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കരുത്. ആ അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണ്.
മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നോക്കുക. അതാണ് അനുഗ്രഹമെന്ന് പറഞ്ഞാൽ. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായി അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ അധികമായി ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി കർത്താവെ പങ്കുവയ്ക്കുന്ന വ്യക്തികളായി, മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളാക്കി, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, ആദരിക്കുന്ന വ്യക്തികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വൃക്ഷം പോലും അതിൽ ഫലമുണ്ടാകുമ്പോൾ ആ ഫലം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവ് നിൻ്റെ മക്കളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ നൽകുന്നതായ നന്മയും ഉയർച്ചയും ഓരോ അനുഗ്രഹങ്ങളും അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ദേശത്തിന്, ചുറ്റുപാടുകൾക്ക്, മറ്റുള്ള അനേകം ആളുകൾക്ക് അനുഗ്രഹ വിഷയമായി, അവർക്ക് ആശ്വാസ വിഷയമാക്കി മാറ്റുന്ന മാതൃകയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകുമാറാകണമേ. കർത്താവെ, അതിൽ കൂടി നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും നീ ശക്തമായി ഉപയോഗിക്കുമാറാകണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.